ബൈക്ക് പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരു പേരുണ്ട്, പൾസർ. അതിൽ തന്നെ പൾസർ 180ക്ക് ആരാധകർ എന്നും കൂടുതലാണ്. 2022 നിർത്തിവെച്ച ഈ ഐക്കോണിക് ബൈക്കിനെ ബജാജ് ഇപ്പോൾ വീണ്ടും ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. 2026 മോഡലിൽ എത്തുമ്പോൾ പഴയ പൾസർ തന്നെയാണോ അതോ അടിമുടി മാറ്റങ്ങളാണോ? ഈ ബൈക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഴയ പൾസർ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ 178.61cc എഞ്ചിൻ തന്നെയാണ് ഇത്തവണയും ബജാജ് നൽകിയിരിക്കുന്നത്. 16.77 bhp പവറും 15 Nm ടോർക്കും നൽകുന്ന ഈ എഞ്ചിൻ പൾസറിന്റെ ആ പഴയ പഞ്ചി മിഡ് റേഞ്ച് പെർഫോമൻസ് അതേപടി നിലനിർത്തുന്നു. പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്കും എന്നാൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങിനായി ഒരു വണ്ടി നോക്കുന്നവർക്കും ഈ എഞ്ചിൻ ഇപ്പോഴും ഒരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഡിസൈനിലേക്ക് വന്നാൽ ബജാജ് തങ്ങളുടെ ഓൾഡ് സ്കൂൾ പൾസർ ലുക്ക് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ആ മസ്കുലർ ഫ്യൂവൽ ടാങ്കും സ്പോർട്ടി ലുക്കും ഒക്കെ പൾസർ പ്രേമികൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ 2026 മോഡലിൽ ചില ചെറിയ മാറ്റങ്ങളുണ്ട്. ഒന്ന്, പൂർണ്ണമായും ബ്ലാക്ക് തീമാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത്, കാർബൺ ഫൈബർ ഫിനിഷുള്ള മഡ് ഗാർഡുകൾ ബൈക്കിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. ഇതിനൊപ്പം ആകർഷകമായ ഗ്രാഫിക്സും ബൈക്കിന് ഭംഗി കൂട്ടുന്നു. ഏറ്റവും വലിയ മാറ്റം ലൈറ്റിംഗിലാണ്. പഴയ ഹാലജൻ ബൾബുകൾ മാറ്റി പകരം അത്യാധുനിക LED ഹെഡ്ലൈറ്റുകളാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. ഇത് കാഴ്ചയ്ക്ക് ഭംഗി കൂട്ടുക മാത്രമല്ല, രാത്രി കാലങ്ങളിൽ മികച്ച വെളിച്ചവും നൽകുന്നു. കൂടാതെ LED ടേൺ ഇൻഡിക്കേറ്ററുകളും ഇപ്പോൾ വരുന്നുണ്ട്. കൂടാതെ പൾസർ 150ലും 220Fലും നമ്മൾ കണ്ടിട്ടുള്ള അത്യാധുനിക ഡിജിറ്റൽ LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇപ്പോൾ ഇതിൽ ലഭ്യമാണ്. ഇന്ത്യയിൽ 1.22 ലക്ഷം രൂപ പ്രൈസ് ടാഗിലാണ് പൾസർ 180 എത്തിയിരിക്കുന്നത്. ബജാജിന്റെ തന്നെ പൾസർ 150ക്കും 220Fനും ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. ഓട്ടോമൊബൈൽ വിപണിയിൽ കടുത്ത മത്സരങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു പെർഫോമൻസ് ബൈക്കും ദൈനംദിന ഉപയോഗത്തിനുള്ള ബൈക്കും ഒരേ സമയം ആഗ്രഹിക്കുന്നവർക്ക് കണ്ണടച്ച് തിരഞ്ഞെടുക്കാവുന്ന വണ്ടിയാണിത്. നിങ്ങൾ പൾസർ പ്രേമിയാണോ? 180യുടെ ഈ തിരിച്ചുവരവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. ഓട്ടോമൊബൈൽ ലോകത്തെ പുതിയ വിശേഷങ്ങൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.